നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദസരോജമൻ അഗമേ വിലസുക നാരായണ ജയ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 18-ാം ദശകത്തിൽ പൃഥുചരിതം പാരായണം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. ശ്ലോകം 4. തന്നാശാങ്കലജനഭീരുകൈർമുനീന്ദ്രൈഹ തന്മാത്രാചിര പരിരക്ഷിതേ തദംഗേ ത്യക്താഗേ പരിമതിദാത് അധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിദേ ത്വം ആവിരാസേഹി. വേനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയായ സുനീത ആ ശവശരീരം കേടുകൂടാതെ സൂക്ഷിച്ചു വച്ചു. വേനൻ്റെ നാശാനന്തരം ദുഷ്ടന്മാരുടെ കടന്നുകയറ്റമുണ്ടായി. ലോകത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന മഹർഷിമാർ അവൻ്റെ ശരീരത്തിൽ ആദ്യം തുട കടഞ്ഞ് പാപം പോക്കിയ ശേഷം ഭുജം കടഞ്ഞപ്പോൾ അവിടെ നിന്ന് അവിടത്തെ തന്നെ മറ്റൊരു രൂപമായി അങ്ങ് ആവിർഭവിച്ചു. അദ്ദേഹമാണ് പൃഥു ചക്രവർത്തി എന്ന പേരിൽ വിഖ്യാതനായത്. ശ്ലോകം 5. വിജ്ഞാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സുദാദി പരിണുത ഭാവേ ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാമകാർഷികീം. ഗുരുവായൂരപ്പ, പൃഥു എന്ന പേരിൽ വിശ്രുതനായ നിന്തിരുവടി താപസന്മാരുടെ ഉപദേശത്താൽ സുതാദികളാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാഹാത്മ്യത്തെപ്പറ്റി സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് വേനൻ്റെ ഉപദ്രവത്താൽ ഐശ്വര്യമെല്ലാം മൂടി വച്ചിരുന്ന ഭൂമിയെ തൻ്റെ പരാക്രമം കൊണ്ട് നിരത്തി. വേനൻ്റെ ദുഷ്ടതയെ ഭയപ്പെട്ട് ഭൂമിദേവി ഔഷധികളും ഐശ്വര്യങ്ങളുമെല്ലാം തന്നിലേക്ക് വലിച്ചു കഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ പൃഥു കുപിതനായി ഭൂമിദേവിയെ സമീപിച്ചു. അപ്പോൾ ഭൂമി ഗോരൂപത്തിലോടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരാക്രമം സഹിക്കാനാവാതെ ഗോരൂപി ഭൂമി പൃഥുവിന് കീഴടങ്ങി. അദ്ദേഹം തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് ഭൂമി നിരത്തി വാസയോഗ്യമാക്കി. ശ്ലോകം 6. ഭൂയസ്താം നിജകുലമുഗ്യവത്സയുക്ത്യർ ദേവാദേകസമുചിതചാരുപാജനേഷു അനാദീനഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനും അതുദൂഹസ്ത്വം ഭൂയസ്താം നിജകുലമുഗ്യവത്സയുക്തർ ദേവാദി സമുചിതചാരുപാജനേഷു അനാദിന്യാഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനും അതുദുഹസ്ത്വം.
പിന്നീട് പൃഥുലോകത്തിന് ഉപകരിക്കേണ്ട സമ്പത്തെല്ലാം മൂടിവെച്ചതിൽ പ്രതിഷേധിച്ച് ഭൂമിയെ സ്പർശിച്ച് വേദനിപ്പിച്ചു. അപ്പോൾ ഗോരൂപിണിയായ ഭൂമി മാതാവ് അതത് വംശപ്രധാനരെ കിടാങ്ങളാക്കിക്കൊണ്ട് അവരവർക്കുചിതങ്ങളായ വിശിഷ്ട പാത്രങ്ങളിൽ ഇഷ്ടമുള്ള ഭോജ്യപദാർത്ഥങ്ങൾ കടന്നെടുക്കാൻ അനുവദിച്ചു. എല്ലാവരും അവരവർക്ക് വേണ്ടുന്നവ കറന്നെടുത്തു. തന്മൂലം ഭൂമി സമ്പൽ സമൃദ്ധമായി, എല്ലാവർക്കും ആശ്വാസമായി. ഇതിൽ നിന്ന് ഭൂമി സർവസമ്പന്നമാണെന്നും ഉത്തമനായ ഭരണാധിപൻ ഭരിക്കുമ്പോൾ ഭൂമി സർവ്വ അഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്നുവെന്നും പൃഥുവിനെ പോലെയുള്ള രാജാവിൻ്റെ കാലത്ത് സമ്പൽ സമൃദ്ധി കൈവരിക്കുമെന്നും തെളിയുന്നു. നമസ്തേ. ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.